ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അൽഹംദുലില്ലാ, പടച്ചോൻ്റെ അനുഗ്രഹമാണ് മഴ. ധാരാളമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. പല സ്ഥലങ്ങളിലും പല പ്രയാസങ്ങളും ഉണ്ട്. പടച്ചറബ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരായത്തെടുത്തു, അത് വിശദീകരിച്ചു. അപ്പം നമ്മൾ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്ന എന്താ? യാ യുവന്നാസ്, ഓ ജനങ്ങളെ, സർവ മനുഷ്യരോടുമാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഒരുപാട് വിഷയങ്ങൾ പറയുന്ന മൂന്ന് കൂട്ടരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്ന് കൂട്ടരോടാണ് ഈ സൂറത്ത് എന്ത് ചെയ്യുന്നത്? അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഒന്നാമത്തെ ആയത്ത് എന്തായിരുന്നു? ലോകത്തുള്ള സർവ മനുഷ്യരോടാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതെന്താ പറഞ്ഞത്? ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്ന സൽസലത സ്സാഅതി ശൈഉൻ അളീം, തീർച്ചയായിട്ടും അന്ത്യദിനത്തിലെ ആ പ്രകമ്പനം, ആ സിൽസാൽ, അത് മഹത്തായ വമ്പിച്ച ഒരു കാര്യം തന്നെയാകുന്നു എന്നാണ്. അപ്പൊ അതിമഹത്തായ ഒരു കാര്യമാണ് അന്ത്യദിനത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഈ സൂറത്തിൻ്റെ മഹത്വം പറഞ്ഞു, ഈ സൂറത്ത് അവതീർണമായ സ്ഥലങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ആയത്തിലാണ് ആ ഷൈഉൻ അലീം എന്ന് പറഞ്ഞില്ലേ? ഷൈഉൻ അലീം എന്ന് പറഞ്ഞ മഹത്തായ കാര്യമാണ്, ഭയങ്കരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ ആ കാര്യമാണ് രണ്ടാമത്തെ ആയത്തിൽ എന്ത് ചെയ്യുന്നത്? അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് ആയത്തൊന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. أعوذ بالله من الشيطان الرجيم. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അല്ലേ? അതിലെ തജ്വീദ് നിയമങ്ങൾ. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ. അവിടെ മണിക്കണോ? വേണ്ട, ഇൽഹാർ ചെയ്യണം. അമ്മാ, അവിടെ മീമിനെ മണിച്ചുകൊണ്ട് ഓതണം. പിന്നെ മദ്ദുണ്ട്. മദ്ദിന് ശേഷം അർലാത്ത്, ഹംസാണ് വന്നത് അല്ലേ? അപ്പൊ എങ്ങനെ ഓതുക? അമ്മാ അർലാത്ത്, അർലാത്ത്, അർലാത്ത് എന്ന് പറയരുത്. അർലാത്ത്, ആ താവിനെ ലഘൂകരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. എല്ലാ താവും അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്.
വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഹംലിൻ ഹംലഹ അവിടെയും ഇൽഹാർ ചെയ്യണം കേട്ടോ. വതറന്നാസ നാസ. ഓക്കെ, ശദ്ദുള്ള നൂന്. പിന്നെ സുകാറ വമാഹും ബിസുകാറ. വമാഹും അവിടെയും എന്ത് ചെയ്യണം? മണിക്കണം. വലാകിന്ന അദാബല്ലാഹി ശദീദ്. അവിടെ എന്താ നിയമം? ഷദീദ്. ഒരാൾ ഷദീദ് എന്ന് പറഞ്ഞാൽ തെറ്റാ. പിന്നെ ഷദീദ് അത് ഏത് നിയമേനി? കുത്തുബ് ജദ് നിയമം എന്തായിരുന്നു? ഹുറൂഫുൽ ഖൽഖല, ഖാഫ് ത്വാ ബാ ജീം ദാല്, ഈ 5 അക്ഷരങ്ങൾ ആയത്തിന്റെ അവസാനത്തിൽ വന്നാൽ അതിനെ വെളിവാക്കിയിട്ട് ഇൽഹാർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഓതണം. അതിൽ ദാലാണത്. ഷദീദ്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ ഓതി നോക്ക് നിങ്ങൾ. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന സംഭവ കാര്യങ്ങളാണ് 3 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എത്ര കാര്യങ്ങളാണ് പറഞ്ഞേ? 3 കാര്യങ്ങൾ അല്ലേ? ഏതൊക്കെയാണത്? നോക്കി നോക്കാം. യൗമ തറൗനഹ. യൗമ എന്ന് പറഞ്ഞാൽ ദിവസം, അതായത് അസ്സാ അന്ത്യസമയം, അന്ത്യദിനം. തറൗനഹ. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു അല്ലെങ്കിൽ കാണുക എന്നൊക്കെയാണ്. അതിനാണ് തറൗനഹ എന്നുണ്ടായത്. അപ്പൊ യൗമ തറൗനഹ, നിങ്ങളത് കാണുന്ന ദിവസം. നിങ്ങളത് കാണുന്ന ദിവസം. ഏത് കാണുന്ന ദിവസം? അന്ത്യ ദിവസം, അന്ത്യനാള്. അതായത് നമുക്കറിയാം അന്ത്യദിനം എന്ന് പറയുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? അന്ത്യദിനം സംഭവിക്കുന്നത് ഏത് ദിവസത്തിലാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ 5 പ്രത്യേകതകളിൽ ഒന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് അതാണ്. ഒന്ന്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയിലാണ്. ആദം നബിയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്നതും വെള്ളിയാഴ്ചയിലാണ്. അതുപോലെ തന്നെ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് ഏത്? വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിൽ തന്നെയാണ് അന്ത്യദിനവും സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയം എപ്പോഴാണ് എന്ന് പറയാൻ അള്ളാഹ്ക്കല്ലാതെ ലോകത്തൊരാൾക്കും അറിയില്ല. അതാണ് സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്ത്. സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു 5 കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടൊന്നാണ് അന്ത്യസമയം എപ്പോഴാണ് എന്നുള്ളത്. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് യൗമ തറൗനഹ, നിങ്ങളത് കാണുന്ന ദിവസം, അതായത് അന്ത്യദിനം നിങ്ങൾ കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. തദ്ഹലു അശ്രദ്ധയിലാകും അല്ലെങ്കിൽ അന്തം വിട്ടുപോകും. അല്ലേ? ശക്തമായൊരു മഴ പെയ്താൽ തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അന്തം വിടുന്നുണ്ട് അല്ലേ? ഇന്നത്തെ ന്യൂസിൽ കേട്ടില്ലേ? ചൂരൽമലയിൽ വീണ്ടും ശക്തമായ മഴയുടെ പ്രയാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പേടിച്ചിരിക്കുകയാണ്. ആ ചെറിയ ഒരു സംഭവം തന്നെ നമ്മളെന്താണ്? അന്തം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നാൽ യൗമ തറൗനഹ, നിങ്ങളത് കാണുന്ന ദിവസം, തദ്ഹലു, നിങ്ങളെന്താകും? അന്തം വിട്ടുപോകും, ബേജാറാകും, പേടിച്ചു പോകും. എന്ന് മാത്രമല്ല, കുല്ലു മുർളിഅത്തിൻ, എല്ലാ മുല കൊടുക്കുന്നവളും, അതായത് മുല കൊടുക്കുന്ന സ്ത്രീകൾ,
അമ്മാ അർലഅത്ത്, അവൾ മുല കൊടുക്കുന്നതിനെ, അതായത് അവളുടെ കുഞ്ഞിനെക്കുറിച്ച് അവൾ എന്തായിരിക്കും? ഒരു ശ്രദ്ധയുമില്ലാത്തവളായിരിക്കും എന്നാണ്. മനസ്സിലായോ? അന്ത്യദിനം സംഭവിക്കുമ്പോൾ, അന്ത്യദിനം നടക്കുമ്പം അള്ളാന്റെ ഖുർആന് പറയാണ്, അതിൻ്റെ ഒന്നാമത്തെ കാര്യം അതാണ്. ഇത് മുല കൊടുക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലും എന്ത് ചെയ്യും? ശ്രദ്ധിക്കാതെ അശ്രദ്ധയിലായി ആ കുഞ്ഞിനെ വലിച്ചെറിയുമെന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടുകൂടി വളരെ ചിലപ്പോൾ ഒരു തുള്ളി ഉറങ്ങാതെ പോലും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണേത്? കുഞ്ഞ് ജനിച്ച് ആ മുല കൊടുക്കുന്ന 2 വർഷം എന്ന് പറയുന്നത്, അല്ലേ? മുലയൂട്ടുന്ന ആ 2 വർഷം അത്രയും ശ്രദ്ധയിലായിരിക്കും. എന്നാൽ അന്ത്യദിനം സംഭവിക്കുന്ന ആ സന്ദർഭത്തിൽ അങ്ങനെ മുലയൂട്ടുന്ന തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച കുഞ്ഞിനെപ്പോലും അവൾ എന്ത് ചെയ്യുന്നു? വലിച്ചെറിയുന്നു എന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അത്രയും ഭയാനകരമായിരിക്കും. ആ കുഞ്ഞിൻ്റെ കാര്യം പോലും എന്ത് ചെയ്യൂല? ആ മാതാവ് ശ്രദ്ധിക്കൂല. അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ തന്നെയുണ്ടാകും ഇഷ്ടം പോലെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മുഫസ്സിരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. വതലഉ, വലഅ എന്ന് പറഞ്ഞാൽ വലഅ യലഉ, അതിനാണ് തലഉ ഉണ്ടായത്, പ്രസവിക്കുക. വതലഉ, പ്രസവിക്കുകയും ചെയ്യും. കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, എല്ലാ ഗർഭവതിയും അല്ലെങ്കിൽ ഗർഭമുള്ളവളും അവളുടെ ഗർഭത്തെ. സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ അടയാളാണത്. രണ്ടാമത്തെ കാര്യം, പ്രസവിക്കണമെങ്കിൽ ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഇന്ന മാസം പൂർത്തിയായാൽ ഇന്ന ഡേറ്റിനാണ് നിങ്ങളുടെ പ്രസവം എന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ച ഡോക്ടർ പറഞ്ഞുതരും. ആ സമയത്ത് നോർമലായ പ്രസവമല്ല എന്ന് പറഞ്ഞാൽ അന്ത്യദിനം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? മാസം തികയാതെ തന്നെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ പ്രസവിച്ചു പോകുമെന്നാണ്. അത്രയും ഭയാനകരമായിരിക്കും ആ അവസ്ഥ. എന്നിട്ടോ വതറ, നീ കാണും അല്ലെങ്കിൽ നിനക്ക് കാണാം, അന്നാസ, ജനങ്ങളെ, മനുഷ്യരെ, സുകാറ, മത്തന്മാരായി, ലഹരി ബാധിച്ചവരായി. സുകാറ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചവരായി. മൂന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഈ ആയത്തിൽ 3 കാര്യങ്ങളാണ് അന്ത്യദിനത്തിൽ സംഭവിക്കുന്നതായി അള്ളാഹു പരിചയപ്പെടുത്തിയത്. ഒന്ന്, മുല കൊടുക്കുന്ന സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം. രണ്ടാമത്തേത്, അന്ന് ഗർഭത്തിലുള്ള സ്ത്രീകൾ പോലും സമയമാകാതെ തന്നെ പ്രസവിച്ചു പോകുമാറ് ആ ഒരു ഭയാനകത. മൂന്നാമത്തേത്, സർവ്വ മനുഷ്യരും, അന്ന് ജീവിച്ചിരിക്കുന്ന സർവ്വ മനുഷ്യരും സുക്കാറ, മത്തന്മാരായി, ലഹരി ബാധിച്ചവരായിട്ട് നിനക്ക് കാണാം. എന്തെങ്കിലും കഞ്ചാവ് അടിച്ചിട്ടോ കള്ളുടിച്ചിട്ടോ ആണോ? അല്ല, ആ ലഹരിയല്ല. അത് ഇവിടെ പറയുന്നുണ്ട്, വമാഹും, എന്നാൽ അവരല്ലതാനും ബി സുക്കാറ, മത്ത് പിടിച്ചവരല്ല. എങ്ങനത്തെ ഒറിജിനൽ മദ്യപിച്ച് ലഹരി ബാധിച്ചവരല്ല. മറിച്ച് നിങ്ങൾ കണ്ടില്ലേ, സുക്കാറ മദ്യപിച്ചാൽ പിന്നെന്താ ഉണ്ടാവുക? അവൻ്റെ സംസാരം ആകെ പാകപ്പിഴവിലായിരിക്കും, അല്ലേ? മര്യാദയ്ക്ക് വർത്താനം പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ പല കോലത്തിലും അവൻ എന്ത് ചെയ്യും? സംസാരിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ കാല് ഉറച്ചു നിൽക്കൂല. കള്ളുകുടിയന്മാരൊക്കെ കണ്ടില്ലേ, ഉറച്ചു നിൽക്കൂല. ഇതുപോലെ ജനങ്ങളെ നിനക്ക് കാണാം എന്നാണ്. അന്നത്തെ ദിവസത്തിൽ ആകെ ബേജാറായി, പേടിച്ച്, വിറങ്ങലിച്ച്, ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥയിൽ, ഭയാനകരമായ ഒരവസ്ഥയിൽ നിനക്ക് ജനങ്ങളെ കാണാം. യഥാർത്ഥത്തിൽ അവരങ്ങനെ മത്തടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് എന്ന് പറഞ്ഞത് ഒറിജിനൽ ലഹരിയല്ല. ഈ സംഭവത്തിൻ്റെ ഭയാനകത ആലോചിച്ചിട്ട് അവർ ആ രൂപത്തിലായി തീരുമെന്നാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് പറയണല്ല, വലാകിന്ന, എങ്കിലും അല്ലെങ്കിൽ പക്ഷേ, അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ്.
പടച്ച റബ്ബിൻ്റെ ആ ശിക്ഷ അതികഠിനമാകുന്നു എന്ന ഒരു മുന്നറിയിപ്പും കൂടെ അള്ളാഹു കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് ആ സൽസല, ആ സാഅത്ത്, ആ ഭയങ്കരമായ ഷൈഉൻ അദീം എന്ന് പറഞ്ഞ ആ ദിവസം, ആ ദിവസത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ചെയ്തിട്ടുള്ളത് ഈ ആയത്തിലൂടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം എന്താണ്? മുല കൊടുക്കുന്ന സ്ത്രീകൾ വരെ എന്ത് ചെയ്യും? തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോകുമെന്നാണ്. കാരണം ആ കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കാൻ അവളെ കൊണ്ട് കഴിയില്ല. അവളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചു പോകും. റസൂലുള്ള പറഞ്ഞില്ലേ, അന്ത്യനാളിൽ ഒരാളും മറ്റൊരാളുടെ കാര്യം നോക്കൂല, ഒരാളും നോക്കൂല. ഇപ്പൊ നമ്മൾ ഭയങ്കര സ്നേഹവും അതേപോലെ തന്നെ കാരുണ്യവും ഒക്കെ ഉണ്ടാവും അല്ലേ? മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയ രക്ഷിതാക്കൾക്ക് ഭയങ്കര ബേജാറും അതിന് ഭയങ്കര ശ്രദ്ധയായിരിക്കും അല്ലേ? പക്ഷെ ആ സമയത്ത് അതൊന്നും ഉണ്ടാവില്ല. നഫ്സി നഫ്സി, സ്വന്തം കാര്യം മാത്രമായിരിക്കുന്ന ഈ അന്ത്യദിനത്തിൽ സംഭവിക്കുന്ന ഭയാനകരമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തിൽ, അതായത് സൂറത്തുൻ നബഇന്റെ ആ ജുസയിൽ, അവസാനത്തെ 30-ാമത്തെ ജുസയിൽ പല സൂറത്തുകളിലും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്തുറുൻ നാസു അഷ്താതൻ ലിയുറൗ അഅമാലഹും. അല്ലേ? കൃത്യമായിട്ട് ആ സൂറത്തു സിൽസാലിൽ അള്ളാഹ് പറയുന്നുണ്ട്. സൂറത്തു അബസയിൽ, അബസയുടെ അവസാന ഭാഗത്ത് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് അല്ലേ? എന്താണ് സൂറത്തു അബസയിൽ അള്ളാഹ് പറയുന്നത്? ഫഇദാ ജാഅത്തിസ് സ്വാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസ്വാഹിബതിഹി വബനീ ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഅ്നീ വുജൂഹു യൗമഇദിൻ നാഇമ. അല്ലേ? ഇങ്ങനെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വലിയൊരു അട്ടഹാസമായിരിക്കും അത്. ഏത്? അന്ത്യദിനം. എന്നിട്ടോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ടോടിപ്പോകുന്ന ദിവസം. അന്ന് സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് വാപ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നേഹനിധിയായ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും എന്ത് ചെയ്യൂല? പരിഗണിക്കുക പോലുമില്ല എന്ന്. വ ഉമ്മിഹി വ അബീഹി, സ്വന്തം പിതാവിനെയും മാതാവിനെയും അവഗണിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത സമയം എന്നാണ് അന്ത്യദിനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്. അല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ എല്ലാ നിലക്കും എന്ത് ചെയ്യും? സംരക്ഷണം കൊടുക്കും അല്ലേ? നമ്മളെ കൊണ്ട് കഴിയുന്ന കഴിവിൻ്റെ പരമാവധി. ഇനി നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആരെ കൊണ്ടാണോ അതിന് കഴിയുക അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കൂലേ? ചെയ്യണം. പക്ഷേ അന്ത്യദിനത്തിൽ ഉമ്മയാണോ ഉപ്പയാണോ ഒന്നും പരിഗണനയില്ല, ഒന്നുമില്ല. ഒരാളും പരസ്പരം എന്ത് ചെയ്യൂല? അങ്ങനെ നോക്കൂല, പരിഗണിക്കൂല. എല്ലാവരും നഫ്സി നഫ്സി, എൻ്റെ സ്വന്തം കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനത്തെ ഒരവസ്ഥ നമുക്കൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ സൂറത്തുകളിൽ ഒരുപാട് ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നമ്മളതൊക്കെ എന്ത് ചെയ്യണം? എടുത്തോതണം. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ആയത്തിലൂടെ അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. നിങ്ങളത് കാണുന്ന ദിവസം, അതായത് ഏത് കാണുന്ന ദിവസം? അന്ത്യദിനം. മുല കൊടുക്കുന്ന ഓരോ സ്ത്രീയും അവൾ മുല കൊടുക്കുന്നതിനെ, അതായത് അവളുടെ കുഞ്ഞിനെക്കുറിച്ച്, ശിശുവിനെക്കുറിച്ച് അശ്രദ്ധയിലായിത്തീരും. ഒരു പരിഗണനയും കൊടുക്കൂല. മനസ്സിലായോ? രണ്ടാമത്തേതെന്താ? ഗർഭവതിയായ ഓരോ സ്ത്രീയും അവളുടെ ഗർഭം പ്രസവിച്ചു പോകുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തേതെന്താ?
ജനങ്ങളെ മത്തന്മാരായി നിനക്ക് കാണാം. വാസ്തവത്തിൽ അവർ മത്തന്മാരായതല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമത്രേ. അള്ളാഹു അത്തരം ഭയാനകതകളിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പം ഇതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഒന്നും കൂടെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കുക. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. മനുഷ്യന് എന്തുകൊണ്ടാണ് ഇങ്ങനെ അശ്രദ്ധനായി അല്ലെങ്കിൽ തീരെ പരിഗണിക്കാതെ മനസ്സിലാക്കാതെ നടക്കാനുള്ള കാരണം എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കേട്ടോക്ക്. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. നോക്ക്. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. അവിടെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറഞ്ഞ തന്നെ ഉള്ളൂ. വമിനന്നാസി, പിന്നെ മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, അവിടെ മണിച്ചുകൊണ്ടോതാണ് ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്. ശൈത്വാനിൻ മരീദ് ഉണ്ടോ? അതാണ് തജ്വീദ് നിയമങ്ങളുള്ളത്. എന്താ പറഞ്ഞത്? ഒന്നുകൂടി കേട്ടോ നിങ്ങളത്. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. വളരെ കൂടുതൽ ചിന്തിക്കേണ്ടുന്ന, നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരായത്താണിത്. എന്താ അർത്ഥം? വമിനന്നാസി, മനുഷ്യരിലുണ്ട് ചിലർ. വമിനന്നാസി, മനുഷ്യരിലുണ്ട്, മൻ, ചിലർ. എന്താണ് ആ ആൾക്കാരുടെ പ്രത്യേകത? ലോകത്തുള്ള സർവ്വ മനുഷ്യരിലും, അതാണ് ആ വമിനന്നാസി എന്ന് പറഞ്ഞത്, എല്ലാവരും പെടും. അങ്ങനത്തെ ആൾക്കാർ ഉണ്ട്, ചില മനുഷ്യരിൽ ചില ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? യുജാദിലു, ജാദല യുജാദിൽ, മുജാദല എന്ന് കേട്ടില്ല നിങ്ങൾ? സൂറത്തു മുജാദല. എന്താ ജാദല യുജാദിലു എന്ന് പറഞ്ഞാൽ? തർക്കിക്കുക. ഒരു സമൂഹം ഏറ്റവും കൂടുതൽ നശിക്കാനും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങി വരാനും കാരണമാകുന്നത് ഒരറിവില്ലാതെ അള്ളാഹിൻ്റെ പേരിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന്. ഇവിടെ എന്താ പറഞ്ഞത്? യുജാദിലു, അവർ തർക്കിക്കും. അല്ലേ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? തർക്കങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. ഞാൻ പറയുന്നത് കാര്യമാണ്, എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുണ്ട് എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? തർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആരുടെ കാര്യത്തിൽ? ഫില്ലാഹി, ഇവിടെ പറഞ്ഞെന്താണ്? അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, പടച്ച റബ്ബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തർക്കത്തിൽ ഏർപ്പെടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ വിഷയവും അതിൽ പെടുമെന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പടച്ച റബ്ബിൻ്റെ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ, അള്ളാഹുവിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ ശക്തിയുടെ മാഹാത്മ്യങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ
എന്തൊക്കെ ദീനിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ മുഴുവനും ഇതൊക്കെ എന്ത് ചെയ്യണം? തർക്കത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ഇന്ന് ആ വിഷയത്തിലേ എന്തുള്ളൂ? തർക്കമുള്ളൂ. സത്യം ഏതാണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും? തങ്ങളുടെ വാദങ്ങൾക്കും തങ്ങളുടെ അധികാരങ്ങൾക്കും അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും? വാദിച്ചു കൊണ്ടിരിക്കുമെന്നാണ്, തർക്കം നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ സത്യം അവൻ പറയുന്നത് തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും എന്ത് ചെയ്യൂല? ആ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാകൂല. അതിന് ന്യായീകരണങ്ങൾ പറഞ്ഞ്, അതിന് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ആ വിഷയത്തിൽ അവനിങ്ങനെ ശൈത്വാനിയത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് എന്താണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ വമിനന്നാസി, മനുഷ്യരിലുണ്ട്, മൻ ചിലർ, യുജാദിലു ഫില്ലാഹി, അവർ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹിൻ്റെ വിഷയത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നവർ മനുഷ്യരിലുണ്ട്. ബിഗൈരി ഇൽമിൻ, അതൊരു പോയിന്റാ. എങ്ങനെ തർക്കം നടത്തിക്കൊണ്ടിരിക്കുക? ബിഗൈരി ഇൽമിൻ, യാതൊരറിവുമില്ലാതെ. നിങ്ങൾ കണ്ടില്ലേ, പീഡക്കൊലായ്മലൊക്കെ ചെന്ന ആ ചായ കുടിക്കുന്ന ആളേക്കാരെന്ത് ചെയ്യുക? ഭയങ്കര ദീനിൻ്റെ ആൾ, ഭയങ്കര പ്രസംഗകേറും. ഇന്ന് സമൂഹത്തിൽ മൊത്തം ഇന്ന് പീഡക്കൊലായൊക്കെ വിട്ടിന്. പണ്ടൊക്കെ ആയിരുന്നു പീഡക്കൊലായി. ഇപ്പം എന്താണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലാണ് ചില കമൻറ്റുകൾ, ചില പോസ്റ്ററുകളൊക്കെ വായിച്ചു നോക്കിയാൽ കാണാം. ഒരു വിവരമില്ലാതെ അള്ളാഹിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ വിവരമുണ്ട് എന്ന് നടിക്കുന്നവർ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ, തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ തന്നെ അള്ളാഹു എന്ത് ചെയ്യൂല? സംരക്ഷിക്കൂല എന്ന്. മാത്രമല്ല, അത്രയും ഗൗരവമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവനോട് നീ തർക്കിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസാണത്. അപ്പൊ ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ യാതൊരു വിവരവുമില്ലാതെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്. വയത്തബിഉ, അവൻ പിൻപറ്റുകയും ചെയ്യും. ഇത്തബഅ യത്തബിഉ എന്ന് പറഞ്ഞാൽ പിൻപറ്റുക. ആര് പിൻപറ്റും? ഈ അറിവില്ലാതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നവൻ പിൻപറ്റും. എന്തിനെ? കുല്ല ശൈത്വാനിൻ, എല്ലാ പിശാചിനെയും, എല്ലാ ശൈത്താന്മാരെയും. അപ്പോൾ ഒരു ശൈത്താനല്ല, പിന്നെ ഒരുപാട് ശൈത്താന്മാരുണ്ട്. ഒരുപാട് ശൈത്താന്മാരുണ്ട്. എല്ലാ മേഖലകളിലും ശൈത്താന്മാരെ കൊണ്ടെന്ന് നമുക്ക് നടക്കാൻ പറ്റാത്ത കോല അല്ലേ? കുറേ ലിബറൽ ചിന്താഗതിക്കാർ ദീനിൻ്റെ കാര്യങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ യഥാർത്ഥ ശൈത്വാനിനെ പിൻപറ്റി ജീവിക്കുന്നവർ, ഇസ്ലാം പറഞ്ഞ പല നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും എന്ത് ചെയ്യുന്നു? കാറ്റിൽ പറത്തി ജീവിക്കുന്നവർ. ഇതൊക്കെ ശൈത്വാനിയത്താണ്. അതുകൊണ്ട് കുല്ല ശൈത്വാനിൻ മരീദ് എന്നാണ്. മരീദ് എന്ന് പറഞ്ഞാൽ എന്താ? ധിക്കാരശീലനായ. ശൈത്വാനെ സംബന്ധിച്ചിടത്തോളം അവന് ധിക്കാരം മാത്രമേ ഉള്ളൂ. അതല്ല പറയുന്നുണ്ട്, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അല്ല പറഞ്ഞത് അതാണ്. തീർച്ചയായിട്ടും ശൈത്താൻ നിങ്ങൾക്ക് എന്താണ്? സ്പഷ്ടമായ ശത്രുവാണ് എന്നാ. വ്യക്തമായ ശത്രുവാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ്വ, ഒരാളെ ശത്രുവായി നാം സ്വീകരിക്കണമെങ്കിൽ
അള്ളാന്റെ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചതാരെ? ശൈത്വാനിനെ ശത്രുവായിട്ട് സ്വീകരിക്കാനാണ്. ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾ അവനെ ശത്രുവായി സ്വീകരിക്കുക എന്ന്. നമ്മൾ ശത്രുവായിട്ട് സ്വീകരിക്കും ആരെ? ചിലപ്പോൾ സ്വന്തം എളാപ്പാൻ്റെ മോനെ, അല്ലെങ്കിൽ അയൽവാസിയെ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവനെ, അല്ലേ? നിങ്ങളല്ല കേട്ടോ. നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല. പിന്നെ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞതാ, പൊതുവെ അങ്ങനെയാണ്. നമുക്ക് ശത്രുത ആരോടാ? ശൈത്വാനോടുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ നമുക്ക് ശത്രുത ഉണ്ടാവും. അത് അള്ളാന്റെ റസൂൽ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. 3 ദിവസത്തിൽ കൂടുതൽ ഒരു വിശ്വാസി പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുന്നവൻ ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിച്ചതാ. എത്രയോ ആളുകളുണ്ട് വർഷങ്ങളോളമായി മിണ്ടാതിരിക്കുന്ന, നിസ്സാരമായ കാര്യങ്ങളിൽ പിണങ്ങി നിൽക്കുന്ന, കണ്ടാൽ മിണ്ടാത്ത, അവനുള്ള സദസ്സ് എങ്കിൽ ഞാൻ അവിടേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ എത്രയോ ഉണ്ട്. ഒരിക്കലും പാടില്ല എന്ന്. പരസ്പര ബന്ധങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ശക്തമായി ഒരു കരാറായിക്കൊണ്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അല്ലേ? വിവാഹത്തിന് എന്താ പറയാ? നിക്കാഹ് എന്നാണ്, അല്ലേ? ആ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? കരാറാണ്. 2 അകന്ന ബന്ധുക്കൾ തമ്മിൽ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന കരാറാണ് ഏത്? നിക്കാഹ്. അങ്ങനെ യോജിപ്പിച്ച ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു? അകന്നു പോകുന്നു. എന്തിൻ്റെ പേരിൽ? നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ. ഇന്നൊക്കെ പ്രത്യേകിച്ച് അല്ലേ, ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണത്തിന് വരാത്ത ആൾക്കാരുണ്ട്. ഒന്നോടെ ഫോണിലാ വിളിച്ചു പറഞ്ഞു പറയും. ചെറിയൊരു കാര്യം മതി. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിസ്സാരമായ കാര്യങ്ങൾ മതി. എത്രയോ വർഷങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട്? മിണ്ടാതിരിക്കുന്നുണ്ട്. എന്താ കാര്യം? അതുകൊണ്ട് ഒരു മുസ്ലിമാണെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, പിണങ്ങി നിൽക്കുക അതൊരിക്കലും എന്തല്ല, പാടില്ലാത്ത കാര്യമാണ്. ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താ? ഏതെങ്കിലും ഒരു വ്യക്തിയോട്, പ്രത്യേകിച്ച് കുടുംബങ്ങളോട് 3 ദിവസം എന്നും കൃത്യമായ ഹദീസിൽ എടുത്തു പറഞ്ഞു. അതിനുശേഷവും അവൻ പിണങ്ങി നിൽക്കുന്നു എങ്കിൽ അവൻ്റെ ഒരു കർമ്മവും അല്ലാഹു എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മനുഷ്യന്മാരുണ്ടല്ലേ സമൂഹത്തിൽ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പ്രവാചകന്റെ ഖബറിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന പ്രവാചകൻ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും തൻ്റെ കുടുംബങ്ങളോട് ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ, മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യൂല? സ്വർഗത്ത് പോകൂല എന്ന് മാത്രല്ല, അവൻ്റെ സൽക്കർമ്മങ്ങളൊന്നും ആകാശലോകത്തേക്ക് ഉയരുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നാം. അത് കേട്ടപ്പോഴാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന മദീനത്തെ പള്ളിയുടെ പിൻഭാഗത്ത് നിന്നൊരു സ്വഹാബി എഴുന്നേറ്റ് പോവുകയാണ്. കരഞ്ഞ കണ്ണുകളുമായിട്ട് ആരടുത്തേക്കാ പോണ്? തൻ്റെ അമ്മായിയുടെ അടുക്കലേക്ക്. എന്താ കാര്യം? 2 കൊല്ലമായി പിണങ്ങി നിൽക്കുന്ന അമ്മായിണ്ട്. ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് പോയിട്ട് സലാം പറയാണ്. കാരണം എന്താ? ആ സ്വഹാബി കേട്ടിട്ടില്ലായിരുന്നു ഇത്രയും കാലം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു സെക്കൻഡ് പോലും ചിന്തിച്ചില്ല. ആ ക്ലാസ് പോലും പൂർത്തിയാക്കാൻ നിന്നില്ല എന്നാ. അത്രയും ഗൗരവമായിരുന്നു അവരൊക്കെ ആ വിഷയത്തിൽ പരിഗണിച്ചിരുന്നത്, കൊടുത്തിരുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് എന്ത് സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വയത്തബിയക്കുല്ല ശൈത്വാനിൻ മരീദ്, എല്ലാ പിശാചിനെയും, ധിക്കാരിയായ അഹങ്കാരിയായ എല്ലാ പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്നവരാണ്
യാതൊരറിവും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഒരറിവും കൂടാതെ ശൈത്വാന്മാരെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കം നടത്തുന്ന ആൾക്കാർക്കുള്ള ഒരു താക്കീതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ശൈത്വാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശൈത്വാനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ശൈത്വാന്, ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട് ശൈത്വാന്മാർ. രണ്ട് ശൈത്വാന്മാരും കണക്കാ. കാരണം എന്താ? അസ്ഹാബു സഈർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ശൈത്വാൻ എടുക്കേ ക്ഷണിക്കുള്ളൂ, നരകത്തിൽ സഈറിലേക്കായിരിക്കുന്നു അവൻ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ്. ലോകത്ത് ആദ്യമായിട്ട് ധിക്കാരം കാണിച്ചവനാരാ? ശൈത്വാനാണ്, അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ ധിക്കാരം കാണിക്കുന്നതും ശൈത്താന്മാരാണ്. ആദ്യം കാണിച്ചതും ശൈത്താനാണ്. എന്താ ആദ്യത്തെ ധിക്കാരം? ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ശൈത്താൻ എന്ത് ചെയ്തു? അത് ലംഘിച്ചു, അത് അംഗീകരിച്ചില്ല എന്നാ. അതിനൊരു കാരണം പറഞ്ഞെന്താ അറിയോ? എന്താ പറഞ്ഞേ? മണ്ണ് കൊണ്ടാണ് ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, എന്നെ സൃഷ്ടിച്ചത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്. അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അന എന്ന പ്രയോഗം സൂക്ഷിച്ച് പറയേണ്ടതാണ്. അതെ, ഞാൻ ഉണ്ടായിട്ടാണ് ആ പള്ളി നടക്കണത്, ഞാൻ ഉണ്ടായിട്ടാണ് അവിടെ ആ ഉളുഹിയത്ത് നടക്കണത്, ഞാൻ ഉണ്ടായിട്ടാണ് അവിടെ നിസ്കാരം നടക്കണത് എന്നുള്ള ആ ഞാനുണ്ടല്ലോ, ആ ഞാൻ അപകടമാണെന്ന പണ്ഡിതന്മാർ പറഞ്ഞ്. അന എന്ന പ്രയോഗം അല്ലേ, അറബിയിൽ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നാ. ലീ എന്ന പ്രയോഗം, എനിക്കുണ്ട് എന്ന്. എനിക്കാരും ആരും ആവശ്യമില്ല, എനിക്ക് ഒരാളെയും സൗകര്യം വേണ്ട, എനിക്കെല്ലാം ഉണ്ട് എന്ന ആ ഒരു ലീ എന്ന പ്രയോഗവും അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണെന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അങ്ങനെയൊക്കെ പ്രയോഗിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട് മുമ്പ്. കാറൂൻ അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച വ്യക്തിയായിരുന്നു എന്നാ. എനിക്കൊരാളെ ആവശ്യമില്ല, ഇതൊക്കെ എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ ശ്രമം കൊണ്ടും കിട്ടിയതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? കാറൂന്. എന്താ സംഭവിച്ചത്? അള്ളാഹു ഭൂമി പിളർത്തിയിട്ട് അതിലേക്ക് അവനെയും അവൻ്റെ സമ്പത്ത് മുഴുവനും താഴ്ത്തിക്കളഞ്ഞു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫിറഔൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെയാണ് ദൈവമെന്ന്, ഞാനാണ് ദൈവം, എന്നെക്കാൾ വലിയൊരു ദൈവമല്ല എന്ന് അഹങ്കരിച്ച വ്യക്തിയായിരുന്നു ഫിറഔന്. പിന്നെ മനസ്സിലാണ് എപ്പോഴാ? ചെങ്കടലിൽ ഇങ്ങനെ മുങ്ങി മരിക്കാൻ നേരത്താണ് മൂസായുടെ റബ്ബിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. അപ്പം അങ്ങനത്തെ പ്രയോഗങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിച്ചു വേണം, സൂക്ഷിച്ച് പറയണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നത് എന്തുകൊണ്ടാ? ശൈത്വാനിൻ്റെ സംസാരം, ശൈത്വാനിൻ്റെ പ്രവർത്തനം അത്തരം കാര്യങ്ങളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ധിക്കാരിയാണ് ആര്? ശൈത്വാൻ. അതുകൊണ്ട് തന്നെയാണ് ധിക്കാരിയായ മരീദായ എല്ലാ പിശാചിനെയും പിൻപറ്റുന്നവരുടെ അടയാളമായിട്ട് ഖുർആൻ പറയണത്, അള്ളാന്റെ വിഷയത്തിൽ ഒരു അറിവില്ലാതെ പോലും എന്ത് ചെയ്യും? തർക്കിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ അത് പാടില്ല എന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, ഏതൊരു ജനതയും നേർമാർഗത്തിലായിരുന്നതിന് ശേഷം അവരിൽ തർക്കം നൽകപ്പെട്ടിട്ടില്ലാതെ വഴി പിഴക്കാറില്ല എന്ന് അള്ളാന്റെ റസൂലിൻ്റെ ഒരു ഹദീസ് കാണാൻ പറ്റും. മാ ളല്ല ഖൗമുൻ ബഅദ ഹുദാ കാനു അലൈഹി ഇല്ലാ ഊതു അൽ ജദൽ. നല്ല നേർവഴിയിലായ ഒരു സമുദായം, നേർമാർഗത്തിലായ ഒരു ജനത, അവർ വഴിതെറ്റിപ്പോകാനുള്ള കാരണം എന്താ പറഞ്ഞത്? അൽ ജദൽ, തർക്കമാണ് എന്ന്. തർക്കമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി,
നമ്മളെ നാട്ടിലൊക്കെ അല്ലേ. അതുകൊണ്ട് തർക്കത്തിൽ നിന്ന് കഴിയുന്നതും എന്ത് ചെയ്യാം, വിട്ടു നിൽക്കുക. അറിയുന്ന കാര്യമാണെങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിക്കണം എന്നാ പറഞ്ഞത്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിലല്ല കേട്ടോ, അത് ഇതിൽ പെടൂല. വെറുതെ അനാവശ്യമായിട്ട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഒരാളോട് ഒരു അറിയാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തല്ല, അത് ഈ വിഷയത്തിൽ പെട്ടതല്ല. അതും കൂടെ മനസ്സിലാക്കണം. അപ്പം ഇതാണ് എന്ത് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത്? യാതൊരറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരശീലനായ എല്ലാത്തരം പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരിലുണ്ട്. അതുകൊണ്ട് അത്തരം ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ഇനി അങ്ങനെ നമ്മൾ ഉണ്ടായാൽ എന്ത് ചെയ്യും? ശൈത്താനെ പിൻപറ്റി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതാണ് 4-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത്. കേട്ടോക്ക്. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. അതിലെ തജ്വീദ് നിയമങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്. കുത്തിബ അലൈഹി അന്നഹു, ആ ഹു എന്നുള്ളത് ഒരല്പം നീട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെറിയൊരു വാവ് കൊടുത്തത്. പിന്നെ മൻ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? മണിക്കണം. സാക്കിനായ നൂനല്ലേ. തവല്ലഹു ഫഅന്നഹു ഉണ്ടോ? അവിടെയും ആദ്യം പറഞ്ഞ അതേ നിയമം. യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ. അതായത് പിന്നെ ധിക്കാരിയായ ശൈത്വാനിനെ പിൻപറ്റിക്കൊണ്ട് യാതൊരു അറിവുമില്ലാതെ അള്ളാന്റെ മാർഗത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ളൊരു മുന്നറിയിപ്പാണിത്. കുത്തിബ, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അലൈഹി, അവനെപ്പറ്റി അല്ലെങ്കിൽ അവന്റെ പേരിൽ, അന്നഹു, നിശ്ചയമായിട്ടും അവനാണെന്ന്, മൻ തവല്ലാഹു, അവനെ ആർ കാര്യകർത്താവാക്കിയോ, വല്ല കൈകാര്യകർത്താവാക്കുക, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാക്കുക, ഏൽപ്പിക്കുക, ചുമതലപ്പെടുത്തുക എന്നൊക്കെ പറയാം. ആരെങ്കിലും അങ്ങനെ ചെയ്തുവോ ഫഅന്നഹു, നിശ്ചയമായിട്ടും അവൻ, യുദില്ലുഹു, അവനെ വഴിപിഴപ്പിക്കുന്നതാണ്. അതായത് പിശാചിനെയാണ് നമ്മളുടെ കൈകാര്യകർത്താവായി നാം സ്വീകരിക്കുന്നതെങ്കിൽ ഫഅന്നഹു യുദില്ലുഹു, നിശ്ചയമായിട്ടും അവനെ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? പിശാച് വഴിപിഴപ്പിച്ച് കളയും, വഴി തെറ്റിച്ച് കളയും. വയഹ്ദീഹി, അവനെ നയിക്കുകയും ചെയ്യും. അതായത് ശൈത്വാന മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കും. എവിടേക്ക്? ഇലാ അദാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക്. കണ്ടോ? അപ്പോ ധിക്കാരിയായ അഹങ്കാരിയായ പിശാചിനെ ഒരാൾ പിൻപറ്റിയാൽ ആ ശൈത്വാൻ അവനെന്ത് ചെയ്യും? വഴി പിഴപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞില്ല അല്ലാഹ്, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്മാറി പ്രവാചകനെ പിൻപറ്റാതെ മുഅ്മിനീങ്ങളുടെ മാർഗം സ്വീകരിക്കാതെ ആരെങ്കിലും തിരിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നുവല്ലിഹി മാ തവല്ല, ഓൻ തിരിഞ്ഞയിടത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. എന്നിട്ടോ വനുസ്ലിഹി ജഹന്നമ, നരകത്തിലിട്ട് നാം അവനെ കത്തിക്കുമെന്നാണ്. അവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ നുവല്ലിഹി മാ തവല്ല എന്ന് പറഞ്ഞാൽ അവൻ തിരിഞ്ഞയിടത്തേക്ക് നാം തിരിച്ചുവിടുന്നു പറഞ്ഞാൽ പിന്നെ ഓൻ അള്ളാഹു എന്ത് ചെയ്യൂല? ഹിദായത്തിലേക്ക് മാറ്റൂല, ഹിദായത്തിലേക്ക് കൊണ്ടുവരൂല. കാരണം എന്താ? അവൻ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവനാണ്. അതായത് ശൈത്വാനിനെ പിൻപറ്റിയവനാണ്.
അതുകൊണ്ട് തന്നെ ശൈത്താൻ മനുഷ്യനെ ക്ഷണിക്കുന്നത് എവിടേക്കാ? ഇലാ അദാബിസ് സഈർ. അല്ലേ? സഈർ എന്ന് പറയുന്ന നരകത്തിലേക്കാണ് ശൈത്താൻ അവന്റെ അനുയായികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നരകത്തിന് വ്യത്യസ്തമായ പേരുകളുണ്ടെന്ന് നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. ആ പേരുകൾ അറിയപ്പെടുന്നത് തന്നെ നരകത്തിന്റെ പ്രത്യേകമായ ഭാഗങ്ങളാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? സക്കർ എന്ന് പറയുന്ന ഭാഗം നരകത്തിനില്ലേ? എന്താ സക്കറിന്റെ പ്രത്യേകത? ഏറ്റവും കൂടുതൽ നരകത്തിൽ ചൂടനുഭവിക്കുന്ന ഭാഗമാണേത്? ഫിർഔനും കാറൂനും ഹാമാനും ഉബയ്യ് ഇബ്നു ഖലഫും ഒക്കെ പോയ സക്കർ എന്ന് പറയുന്ന ഭാഗം. അവിടെ ആയിരിക്കും ആര്? മാ സലക്കക്കും ഫീ സക്കർ, എങ്ങനെയാണ് നിങ്ങൾ ഈ സക്കറിൽ അകപ്പെട്ടതെന്നവരോട് ചോദിച്ചാൽ ഖാലു, അവർ പറയും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു, വലം നകു നുത്ഇമുൽ മിസ്കീൻ, അഗതികളായ മിസ്കീനുകളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു. ഓല എവിടെയാണെന്ന് പറഞ്ഞ്? സക്കറിലാണ്. അതുപോലെ തന്നെ ലള എന്ന് പറയുന്ന ഭാഗം നരകത്തിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ ലളയിൽ പ്രവേശിക്കുന്ന ആളാണ് ആര്? വലീദ് ഇബ്നു മുഗീറ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലീദ് ഇബ്നു മുഗീറന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ഖുറൈശികളിൽ ഒരു അധികാരം വാങ്ങി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒരു ഗവർണറായിരുന്നു ഒരു നാടിൻ്റെ. അപ്പോഴാണ് അള്ളാന്റെ റസൂല് ദീനുമായിട്ട് ചെല്ലുന്നത്. റസൂലുള്ള കൊണ്ടുവന്നതാണ് ദീന് എന്ന് ആർക്കറിയുമായിരുന്നു? വലീദ് ഇബ്നു മുഗീറക്ക് അറിയാമായിരുന്നു. പക്ഷെ വലീദ് ഇബ്നു മുഗീറ സത്യം മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊണ്ടില്ല. കാരണം എന്താ? അത് ഉൾക്കൊണ്ടാൽ അധികാരം പോകും. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചാൽ തൻ്റെ ഗവർണർ സ്ഥാനം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് വലീദ് ഇബ്നു മുഗീറ അസത്യത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാ അള്ളാന്റെ റസൂല് പറഞ്ഞത് വലീദ് ഇബ്നു മുഗീറ നരകത്തിൽ ലളയിലായിരിക്കും. എന്താ ലളയുടെ പ്രത്യേകത? മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗമാണേത്? തലയോട്ടി. അതുപോലും സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് കരിച്ചു കളയുന്ന അതിശക്തമായ ചൂട് നരകത്തിലെ ലളയിലുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നരകത്തിൽ ലളയിലായിരിക്കുമെന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അത് വലീദ് ഇബ്നു മുഗീറ മാത്രമല്ല കേട്ടോ നരകത്തിൽ ലളയിൽ പോവുക. പിന്നെ സത്യം ഒരു വിഷയത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ട് അത് ഉൾക്കൊള്ളാത്ത മുഴുവൻ ആളുകളും, അത് സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളും എവിടെയായിരിക്കും? നരകത്തിൽ ഈ ലളയിലായിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സഈർ എന്ന് പറയുന്ന ഭാഗവും നരകത്തിനുണ്ട് എന്ന, കത്തിജ്വലിക്കുന്ന തീയായിരിക്കും അവിടെ ഉണ്ടാവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സഈറിൽ എന്തുണ്ടാവും? മനുഷ്യന്റെ ശരീരത്തിലുള്ള രോമങ്ങൾക്കുള്ളിലൂടെ തീ അകത്തേക്ക് കിടന്നിട്ട് ഉള്ളിലുള്ള അവയവങ്ങളെ എന്ത് ചെയ്യും? കരിച്ചു കളയുമെന്നാണ്. അതാണ് സഈർ എന്ന് പറഞ്ഞാൽ. ആ സഈറിലേക്കാണ് ആര് ക്ഷണിക്കുന്നത്? വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ, ശൈത്വാൻ നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരുന്നത് എവിടേക്കാണ്? അദാബിസ് സഈർ, അതികഠിനമായ ശിക്ഷയായ സഈറിലേക്കാകുന്നു. ശൈത്വാനെ പിൻപറ്റി ജീവിക്കുന്നവർ മുഴുവനും എവിടെയായിരിക്കും? സഈറിലായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലേ? ശൈത്താനെ പിൻപറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് കുടിക്കുക. ശൈത്താനിൻ്റെ ആളാണ്. കാരണം എന്താ? ശൈത്താൻ്റെ ആളാ. അപ്പൊ തൗഹീദ് ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും? ശൈത്താനിയത്ത് ജീവിതത്തിൽ ഉണ്ടാവും. എന്തുകൊണ്ട്? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ, ഇടത്തെ കൈ കൊണ്ട് ചായ കുടിച്ചാൽ, ആൾക്കാരെ ഇടയിൽ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് ഒരു ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ടേ, ഇനിയിപ്പോൾ ഇമ്മ ഭക്ഷണമായ കൈ കൊണ്ടൊക്കെ എങ്ങനെ ഇപ്പോൾ ഇത് പിടിക്കുക? ആൾക്കാർ കണ്ടപ്പോൾ ജോർജും ജോസഫൊക്കെ കണ്ട എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇടത്തെ കൈ ഉപയോഗിക്കുക. ചിലവിൽ ഇങ്ങനെ താങ്ങി കുടിക്കുക. ഇതൊന്നും ഇസ്ലാമിലില്ല. റസൂലുള്ള ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ,
ഇദാ അകല അഹദുകും ഫല്യഅകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത്തേ കൈ കൊണ്ട് കഴിക്കുക, വെള്ളം കുടിക്കുകയാണെങ്കിൽ നോക്കി. നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് റസൂലുള്ള പറഞ്ഞ്, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ വലത്തേ കൈ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ അതിൽ പെട്ടുമല്ലോ. ഒക്കെ ഭക്ഷണമാണല്ലോ കഴിക്കണത്. എന്നിട്ടും അള്ളാന്റെ റസൂൽ അത് എടുത്തു പറഞ്ഞു. എന്ത്? ഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വലത്തേ കൈ കൊണ്ട് കുടിക്കാൻ. ഭക്ഷിക്കുമ്പോൾ മാത്രം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇടത്തേ കൈ കൊണ്ട് കുടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് പ്രത്യേകം അള്ളാന്റെ റസൂല് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ശൈത്വാനാണ് ഇടത് കൈ ഉപയോഗിച്ച് ഭക്ഷിക്കുന്നവനും കുടിക്കുന്നവനും. ഇത് കേൾക്കാത്ത ഖുർആൻ ക്ലാസ് ഇല്ല, ഇത് കേൾക്കാത്ത ഖുതുബകളില്ല, ഇത് കേൾക്കാത്ത വിജ്ഞാനവേദിയില്ല, ഇത് കേൾക്കാത്ത ഒരു ഉത്ബോധനം ഉണ്ടാവാറില്ല. എന്നിട്ടും നമ്മളെ ആൾക്കാരെന്ത് ചെയ്യും? ആ ഇടത്തെ കൈ കൊണ്ട് തന്നെ. അത് ഭയങ്കര ധിക്കാരല്ലേ? അത് ഭയങ്കര മരീതാണത്, ധിക്കാരമാണത്. ആ മനുഷ്യന്മാരൊക്കെ പോകാനുള്ള എടുക്ക സ്വർഗത്തേക്കാണെന്ന് പറയാൻ കഴിയില്ല, അദാബി സഈറിലേക്കാകുന്നു എന്നാണ് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്ന്. അപ്പൊ ഗൗരവമുള്ള കാര്യല്ലേ? നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, എത്താ ഇടത്തെ കൈ കൊണ്ടല്ലേ കുടിച്ചു, അതിനിപ്പോൾ ഇത്ര വലിയ കാര്യമാക്കാണ്ടോ? എത്ര ആൾക്കാർ പിണങ്ങി നിൽക്കണ്ട് അറിയാം നമ്മളോട് സദസ് എന്നൊക്കെ പറയുമ്പോൾ. റസൂലുള്ള പറഞ്ഞെന്താ? മൻ റആ മിൻകും മുൻകറാ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫബിലിസാനിഹി ഫബിഖൽബിഹി വദാലിക അളഅഫുൽ ഈമാൻ. ഒരു തിന്മ കണ്ട ഉടനെ പ്രതികരിക്കണം എന്നാ. അതിന് ഓൻ എന്തെങ്കിലും വിചാരിക്കുവോ? ഓൻ എന്തെങ്കിലും കരുതുവോ? ഇപ്പം ഞാൻ പറഞ്ഞോ എന്നോട് പിണങ്ങുവോ? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചിന്തയെ ഉണ്ടാവാൻ പാടില്ല. അത് ശൈത്താനിയത്താ. ഏത്? ഇപ്പം ഞാൻ എങ്ങനെ ഇപ്പം എൻ്റെ ഗസ്റ്റായി വന്നതല്ലേ, ഓനോട് ഇപ്പം എങ്ങനെ പറയാം എന്ന് ആലോചിച്ചിരിക്കാൻ പാടില്ല. 3 ദിവസം മുമ്പ് ഞാൻ ഒരാളോട് പറഞ്ഞതിന് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നോടത്. ഇടത്തെ കൈ കൊണ്ട് നമ്മൾ മുന്നിൽ നിന്ന് കുടിച്ചുമ്പോൾ വലത്തെ കൈ കൊണ്ട് കുടിക്കണം, ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല. മാന്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് വേറെ ആരെ കേൾപ്പിക്കാനൊന്നും. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഏത്? ബാക്കിയുള്ളവരൊക്കെ അറിയണം ഞാൻ പിന്നെ തിരുത്തുന്നവനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോലും അതൊരു ധിക്കാര രൂപത്തിൽ എന്തോ ഒരു സംഭവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മക്കൊക്കെ സമാധാനം എന്താ? റസൂലുള്ള പറഞ്ഞില്ലേ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കോളിട്ടോ. എന്താ? വതവാസോ ബിൽ ഹഖി വതവാസോ ബിസ് സുബ്ർ. ഒരാളും പൂമാലിട്ട് സ്വീകരിക്കൂല, ഒരാളും ചിലപ്പോൾ അംഗീകരിച്ചോളണമെന്നില്ല. ആ മാർഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഫസ്ബിർ, നിങ്ങൾ ക്ഷമിച്ചോളി. എന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈമാൻ പൂർത്തിയാവുള്ളൂ അല്ലേ? സൂറത്തുൽ അസ്റിൽ പഠിച്ചത് അതല്ലേ? അതുകൊണ്ട് ഒരു ബേജാറും വേണ്ട, ആര് വെറുത്താലും വേണ്ടില്ല. ദീനിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? അത് മറ്റുള്ളവരോട് അവരത് ചെയ്യുന്നില്ലെങ്കിൽ ഉപദേശിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഒരു നിലക്കുഞ്ഞ് ഇപ്പം ചൂടായിട്ടല്ലേ എന്നൊക്കെ ചില ആൾക്കാർ പറയലുണ്ട്. താങ്ങി കുടിക്കണതേ, താങ്ങി കുടിക്കാൻ റസൂലുള്ള ഹദീസിൽ പറഞ്ഞോ? ഇല്ല, ഒരൊറ്റ ഹദീസ് തന്നെ ഉള്ളൂ. കുടിക്കണ്ടോ വലത്തെ കൈ കൊണ്ട്, ചൂടാണെങ്കിൽ തണുത്തിട്ട് കുടിക്കുക, അതേന് പരിഹാരമുള്ളൂ. മനസ്സിലാണ്ട്? ഊതി കുടിക്കാൻ വരെ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. ചൂടുള്ള പാനീയത്തിലേ ഊതാൻ പാടില്ല. നമ്മളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ. അടുക്കളയിലൊക്കെ കറി ഉണ്ടാക്കുമ്പോഴേ കയ്യിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഊതിയിട്ട് ഒന്ന് ഉപ്പുണ്ടോ മുളകുണ്ടോ ഒക്കെ നോക്കുന്ന ആൾക്കാർ. പാടില്ല. നമ്മൾ പുറത്തേക്കൊന്നും പോകണ്ട, നമ്മളകത്തൊക്കെ തന്നെ നോക്കിയാൽ മതി. അതുകൊണ്ട് ഒരു നിലക്കും ശൈത്താനിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ പിൻപറ്റാൻ പാടില്ല. അതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ശൈത്താനിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ നമ്മൾ പിൻപറ്റിയാൽ വയഹ്ദീഹി, അവനെ നയിച്ചു കൊണ്ടുപോകുമെന്നാണ്. അവന് വഴി കാണിക്കുകയും ചെയ്യും. ആര്? ശൈത്വാൻ. എവിടേക്ക്? ഇലാ അദാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് വഴി കാണിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ഒരിക്കലും ശൈത്വാനിനെ നമ്മളൊരു രക്ഷാധികാരിയായിട്ട് വലിയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? സ്വീകരിക്കാൻ പാടില്ല.
അങ്ങനെ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലമാണേത്? അദാബ് സഈറിലേക്കാണ് ഓൻ നമ്മളെ കൊണ്ടുപോവുക. ഓൻ വഴിതെറ്റിക്കുന്നുള്ള ഉറപ്പാണ്. മനുഷ്യനെ അവൻ വഴിതെറ്റിക്കും എന്നുള്ളത് ഉറപ്പാണ്. മൻ തവല്ലാഹു, ഏതെങ്കിലും ഒരുത്തൻ അവനെ വലിയാക്കിയാൽ എന്താകും? ഫഅന്നഹു യുദില്ലഹു, എന്നാൽ അവൻ അവനെ വഴിപിഴപ്പിക്കുന്നതാണ്. ഒരു സംശയവും വേണ്ട, ഉറപ്പായിട്ടും വഴിതെറ്റിക്കുന്നു. ശൈത്താനെ പിൻപറ്റിയ പിന്നെ ഓൻ്റെ ആളായിട്ട് നമ്മളങ്ങനെ പരിഗണിക്കും. അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് എന്തുണ്ടാവും? നല്ല ഹെൽപ്പ് കിട്ടും. ആരായിരിക്കും ഹെൽപ്പ് ചെയ്യുക? ശൈത്താനായിക്കാരം. നമുക്ക് തന്നെ തോന്നല്ലേ, പഠിച്ചവനോടൊക്കെ നമ്മൾ എത്ര ചോദിച്ചിരുന്നു, പക്ഷെ ആ ചങ്ങായിക്ക് ഓൻ തോന്നിയാസം ചെയ്ത് കിടക്കണം, ഓനക്ക് പിന്നെയും കണ്ടില്ലേ കൊടുക്കണേ എന്ന് നമുക്ക് ചിന്ത ചില ആൾക്കാരെ കാണുമ്പോൾ തോന്നാറില്ലേ? അതുണ്ടാവും, ശൈത്താൻ്റെ സഹായം അവനുണ്ടാവും എന്നാണ്. എല്ലാ നിലക്കും ഉണ്ടാവും. അതുകൊണ്ട് ഇനി സഹായത്തിന് വേണ്ടിയിട്ട് ആ ശൈത്താനെ പിൻപറ്റാൻ പോകണ്ട. അങ്ങനെ പോയാൽ നമ്മളെ ശൈത്താൻ എടുക്കാൻ കൊണ്ടുപോവുക അദാബ് സഈറിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്തോളി, ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ ഫത്തഖിദുഹു അദുവ്വാ. ശൈത്താന്റെ കാര്യത്തിലല്ലാതെ അള്ളാഹു വേറൊരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല. ഓൻ നിങ്ങൾ ശത്രുവായി കണ്ടോളൂ. ഓൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ഏത് സെക്കൻഡുകളിലും അവനെന്ത് ചെയ്യും? പണിയെടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ നിന്റെ അടിമകളെ ഒഴികെ, ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള അടിമകളെ സമീപിക്കാൻ ശൈത്താന് കഴിയില്ല എന്നാ. അതുകൊണ്ട് അതേ നമുക്ക് ഉണ്ടാവേണ്ടത്. ഇല്ലാത്ത മുഴുവൻ ആൾക്കാരെയും ശൈത്താൻ എന്ത് ചെയ്യും? പെട്ടെന്ന് സ്വാധീനിക്കും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നിങ്ങൾ ചൊല്ലണം. അത് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ നമ്മൾ പഠിപ്പിച്ചില്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ഖുർആൻ എടുത്തപ്പോൾ ഔദു ചൊല്ലേണ്ട 10-16ഓളം സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നബി അവിടെ ചൊല്ലാൻ പറഞ്ഞെന്തിനാ? ആ ശൈത്വാനിന്റെ ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്ക് ഇതൊക്കെ ഓതാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് ആ ശത്രു നമ്മളെ പല നിലക്കും സമീപിക്കുന്ന, പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങളിലായിരിക്കും സമീപിക്കുന്ന. അല്ലെ, ശൈത്താന്മാരെ സമ്മേളനം ആഴ്ചയിൽ നടക്കാറുണ്ട്. എന്നിട്ട് അതിൽ അവാർഡുകൾ കൊടുക്കുന്നതാണ്, സമ്മാനങ്ങൾ കൊടുക്കും പരസ്പരം. ഏറ്റവും നല്ല മുന്തിയ സമ്മാനം കൊടുക്കുന്നത് ആർക്കാണെന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിണക്കിയ ശൈത്താന്മാർക്കാണ് ആ സമ്മേളനത്തിൽ ഏറ്റവും മുന്തിയ സമ്മാനം കൊടുക്കുക. സമുദ്രത്തിന്റെ മധ്യഭാഗത്തായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പച്ചയായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണത്. കുടുംബ ബന്ധത്തിലെ വിവാഹ ജീവിതത്തിൽ എന്ത് ചെയ്യുക? വേർപിരിച്ച ആളുകൾക്കായിരിക്കും അന്നത്തെ ഒന്നാം സമ്മാനം എന്നാ. അതോടുകൂടി കഴിഞ്ഞില്ലേ? ആ ഒരു സംഗതി നടന്നാൽ തന്നെ എന്ത് ചെയ്തു? മൊത്തത്തിൽ ആ കുടുംബം തന്നെ തകർന്നു. അങ്ങനത്തെ സമ്മാനം കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന്. അതുകൊണ്ട് ശക്തമായി ശൈത്വാനിന്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ കാവലിനെ ചോദിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വ്യക്തമായി അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയം മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൻ്റെ മേൽ നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചോനെ, നിന്റെ അടുക്കൽ നിന്ന് കാരുണ്യവും റഹ്മത്തും അതുപോലെ തന്നെ ഹിദായത്തും കിട്ടിയതിന് ശേഷം എന്നെ നീ വഴിതെറ്റിക്കല്ല നാഥ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയായിരുന്നു അത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ളത് മനസ്സിലാണ്ടോ? അപ്പം ഇൻഷാ അല്ലാഹ്
കൃത്യമായി പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, ശൈത്വാനിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടുക. ശൈത്വാനിനെ മരീതായ ശൈത്വാനിനെ പിൻപറ്റി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാകുന്നു എന്ന മുന്നറിയിപ്പാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് അന്ത്യനാളിൻ്റെ ആ ഭയാനകരമായ സംഭവം, അതേപോലെ തന്നെ അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതൊക്കെ സംഭവിക്കാനുണ്ടാകുന്ന പ്രധാന കാരണം ഒരറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ പേരിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ശൈത്താൻ അവരെ സ്വാധീനിക്കുക. ആ ശൈത്താൻ അവർക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കുക. ആ മാർഗദർശനം എവിടേക്കുള്ളതായിരിക്കും? നരകത്തിലേക്കുള്ളതായിരിക്കും എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. പടച്ച റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.